welcome to yet another beautiful day and new episode with me, Maria. Dreams on Screen Productions in the banner, the debut film Karudal is going to release soon in theatres, and with me today is the director Jomi Jose. So Jomi, how are you today? സുഖമായിട്ടിരിക്കുന്നു. എക്സൈറ്റഡ് ആണോ? പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ആദ്യത്തെ സിനിമയല്ലേ, തിയേറ്റർ സിനിമ റിലീസ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. കുറച്ച് നെർവസ് ആണോ? അതും ഇല്ലെന്ന് പറയുന്നില്ല. കാരണം നമ്മൾ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് അതിൻ്റെതായ കുറെ പ്രഷേഴ്സും കാര്യങ്ങളും ടെൻഷൻസും ഒക്കെ ഉണ്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ യു ആർ ഹാപ്പി. ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് ഇതല്ലേ? ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന തങ്ങളുടെ സ്വപ്നം സ്ക്രീനിൽ എത്താൻ പോവുകയാണ്. സോ കരുതൽ എന്ന മൂവി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരോട് ഈ മൂവിയുടെ ഒരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ സ്റ്റോറി, നമുക്കറിയാം ഒരു കെയർ, എന്തോ ഒരു കെയർ റിലേറ്റഡ് കാര്യമാണ് ഈ മൂവിയുടെ ഒരു ടാഗ് ലൈൻ. എന്നിരുന്നാൽ പോലും എന്താണ് ഈ മൂവി അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റോറി? ഞാനൊരു സ്പോയിലർ ആകാൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല, ബട്ട് സ്റ്റിൽ എന്താണ് ഈ മൂവി എന്ന് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുക്കാവോ? ഇത് ആ കരുതൽ എന്നുള്ള പേര് തന്നെയുണ്ട്, കെയർ എന്ന് പറയുന്നത്. അതായത് എല്ലാവരോടുള്ള ഒരു കരുതൽ. ഈ ലോകത്ത് നമ്മൾ ഏത് മനുഷ്യരെ എടുത്ത് നോക്കിയാലും ഏത് ബന്ധങ്ങൾ എടുത്ത് നോക്കിയാലും അതെല്ലാം കെയർ എന്ന് പറയുന്ന അല്ലെ കരുതൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. എങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഓരോ ബന്ധങ്ങളും നിലനിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ മീനിങ് ഫുൾ ആവത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് ഒരു അമ്മ മക്കള് സ്നേഹബന്ധം, അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളുടെ സ്നേഹബന്ധം, ഒരു കാമുകനും കാമുകനും തമ്മിലുള്ള സ്നേഹബന്ധം, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ എല്ലാം കൂടെ കൂട്ടി അണക്കിക്കൊണ്ടുള്ള ഒരു കരുതൽ ആണ് നമ്മുടെ കരുതൽ എന്ന് പറയുന്ന സിനിമ. ഓക്കെ, ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് ഞാൻ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഈ സ്റ്റോറിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് വെച്ചിട്ട്? അതായത് ഈ സിനിമ കാണുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും കണ്ടതും കേട്ടതുമായിട്ടുള്ളത് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇതിനകത്ത്. സ്റ്റോറി ഇല്ല, നടന്ന സംഭവം തന്നെയാണ് നമ്മൾ കുറെ കാര്യങ്ങൾ കൂട്ടി അണക്കിക്കൊണ്ട് ഈ കരുതൽ എന്ന സിനിമ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും വിദേശത്ത് താമസിക്കുന്ന മക്കൾക്കും മക്കളെ വിദേശത്താക്കി നാട്ടിൽ തനിച്ച് താമസിക്കുന്ന മാതാപിതാക്കളും കണ്ടിരിക്കേണ്ട തന്നെ ഒരു സിനിമ തന്നെയാണ്. കാരണം അവരുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഈ സിനിമയിലെ കഥ തുടക്കം മുതൽ അവസാനം വരെ പോകുന്നത്. ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു മൂവി, കറണ്ട് ജീവിതമായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്ന ഒരു സിറ്റുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, കരുതൽ മൂവിയുടെ ഡയറക്ടർ മിസ്റ്റർ ജോമി ഒരു നേഴ്സ് ആണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ. അപ്പം എങ്ങനെയാണ് നഴ്സിംഗ് ഫീൽഡിലുള്ള താങ്കൾ ഇങ്ങനൊരു ഫിലിം ഫീൽഡിലേക്ക് എത്തുന്നത്? അതിന്റെ ഡ്രീംസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫിലിം ഫീൽഡുമായിട്ട് യാതൊരു ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ ഒരു കണക്ഷനും ഇല്ലാത്ത ഒരാളായിരുന്നു. നമ്മൾ വളരെ യാദൃശികമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതാണ്. നമ്മൾ ചില ഫാക്ട്സ് പറയാറില്ലേ, ചില സിറ്റുവേഷൻസ് നമ്മുടെയൊക്കെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്സ് ആവും. ചില നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് ചിലപ്പോൾ ഒത്തിരി വൈകിയായിരിക്കും. അങ്ങനെ എനിക്ക് വൈകി മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു സംഭവം ഡയറക്ഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു 4-5 വർഷമായിട്ടുള്ള നമ്മുടെ കോവിഡിൻ്റെ ഒരു ലാസ്റ്റ് ഇയർ 2020 ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നത്. അപ്പം ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കോട്ടയത്ത് കിടങ്ങൂർ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ കോവിഡ് രോഗികളെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ പലരും നമ്മളെ കാണുന്നവരൊക്കെ നമ്മൾ കോവിഡ് രോഗികളുടെ അടുത്തുനിന്ന് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോകുമായിരുന്നു. അപ്പം അത് നമുക്ക് ഫീൽ ചെയ്തു. അപ്പം ആ ലോക്ക്ഡൗണിന്റെ കാലഘട്ടത്തൊക്കെ അപ്പം ആ നഴ്സുമാര് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഒരു സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞ നഴ്സുമാരാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വില ആരും തരുന്നില്ല. അപ്പം അതുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ നമ്മളൊരു എനിക്ക് തോന്നിയ കുറെ കഥ കുറിച്ച് എഴുതി. അത് ഞാൻ എൻ്റെ പപ്പയൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ അതൊരു നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് ഷോർട്ട് ഫിലിം ആക്കാന്നുള്ള ആശയം വന്നു. അങ്ങനെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിനകത്തൂടെ ആ ഒരു ഫസ്റ്റ് ഒരു കോവിഡുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള അതാണ് യൂട്യൂബ് ചാനൽ. അപ്പം അതിനകത്ത് നമ്മുടെ ഒരു ജാഗ്രത എന്നാണ് ആദ്യത്തെ ഷോർട്ട് ഫിലിമിന്റെ പേര്. ഒരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞ ജാഗ്രത എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ റെഡിയാക്കി നമ്മളൊരു ഫിലിം ഫെസ്റ്റിവലിനൊക്കെ അയച്ചു കൊടുത്തു. അതിനൊരു അവാർഡൊക്കെ കിട്ടി. അങ്ങനെ നമുക്കൊരു തിരിച്ചറിവ് ഈ ഒരു മേഖലയിലും എന്തോ ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ടെന്നുള്ളത്. പിന്നെ അത് അടുത്തൊരു ഷോർട്ട് ഫിലിമും ഇതേപോലെ നേഴ്സുമാരെ കുറിച്ച് തന്നെ എഴുതാനുള്ള ഒരു അന്നയും കോശി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം, അത് നമ്മൾ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെടുന്ന നേഴ്സുമാരെ കുറിച്ചാണ് എഴുതുന്നത്. അത് നമ്മൾ ഫെസ്റ്റിവലിനൊക്കെ അയച്ചു കൊടുത്തു. അതിനൊരു അവാർഡൊക്കെ കിട്ടി. അപ്പൊ തന്നെ നമുക്ക് തന്നെ തോന്നി ഇത് ഇത്രയും ഫെസ്റ്റിവൽസിനൊക്കെ
അവാർഡ്സ് കിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാണുമല്ലോ. പിന്നെ അതൊരു പാഷനായിട്ട് നമ്മൾ പിന്നെ ഇപ്പൊ തന്നെ ഒരു 12ഓളം ഷോർട്ട് ഫിലിംസ്, 10 ഷോർട്ട് ഫിലിംസ്, 2 മ്യൂസിക് ആൽബംസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് അവാർഡ്സ് ഫെസ്റ്റിവൽസ് എന്നൊക്കെ കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് യാദൃശികമായിട്ട് നമ്മൾ ഈ ഒരു വൈകിയാണെങ്കിലും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. പിന്നെയാണ് ഇപ്പോൾ ഈ ഒരു കരുതൽ എന്ന സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ കിട്ടിയത്. അപ്പൊ നമ്മൾ ഈ റെക്കഗ്നീഷന്റെ കാര്യം പറയുമ്പോൾ ഫിലിം ഫീൽഡിൽ മാത്രമല്ല നഴ്സിംഗ് പ്രൊഫഷണലും എന്തൊക്കെയോ റെക്കഗ്നീഷൻ കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? അതെന്ന് പറഞ്ഞാൽ ഈ IHNA ഒരു ഓസ്ട്രേലിയ അവരുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവര് ഇന്ത്യയിലുള്ള നഴ്സുമാരെ ആദരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് അവരുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് നഴ്സുമാരുടെ പല ക്രൈറ്റീരിയ വെച്ചുകൊണ്ട്, അപ്പം അതിലൊരു അവാർഡ് IHNA ഓസ്ട്രേലിയ അവാർഡ് എനിക്ക് കിട്ടിയത്. ഒരു ഒരു അവാർഡ് കിട്ടി. പിന്നെ വേറെ കുറച്ച് ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ കുറച്ച് അവാർഡ്സ് ഒക്കെ അപ്ലൈ ചെയ്തു. അപ്പം അതിന് നമുക്ക് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകാം. പക്ഷെ ജീവിതത്തിലെ ചലഞ്ചസ് അവിടെ നിൽക്കട്ടെ, പക്ഷെങ്കിൽ ഈ ഫിലിമിലുള്ള എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ആദ്യത്തെ സിനിമയാണ്, അപ്പോൾ ഒരുപാട് ചലഞ്ചസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതുവരെ. കാരണം ഈ സിനിമ നമ്മൾ എന്നാണ് സ്വപ്നം കാണാൻ തുടങ്ങിയത് അന്ന് മുതൽ ഒത്തിരിയേറെ ചലഞ്ചസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ആളുകളിൽ നിന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അത് ഫിനാൻഷ്യലി ഉള്ള ചലഞ്ചസ് ഉണ്ട്, മെന്റലി, അങ്ങനെ പല ചലഞ്ചസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു സിനിമ നമ്മൾ പൂർത്തീകരിച്ച് തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏതൊരു ഡയറക്ടറിന്റെയും അല്ലെങ്കിൽ സിനിമ പ്രേമിയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഫിലിം മേക്കറിന്റെ ആഗ്രഹം. അപ്പൊ ആ ഒരു ആഗ്രഹം എനിക്ക് ഉള്ളതുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ എന്റെ കൂടെ സപ്പോർട്ടിന് നിന്നിട്ടുണ്ട്. അത് ഈ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ മുതൽ അത് ഇപ്പം ആയിരിക്കുന്ന അവസ്ഥ വരെ ഒത്തിരിയേറെ പ്രതീക്ഷിക്കാത്ത ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ അവരുടെ വാക്കുകളിലൂടെ ആയിരിക്കും നമുക്ക് മോട്ടിവേഷൻ പോലെ തന്ന് ചില ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ചലഞ്ചസ് ഞാൻ പറഞ്ഞു നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഓവർകം ചെയ്താണ് നമ്മളിപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഈ ഒരു അവസ്ഥ വരെ എത്തി നിൽക്കുന്നത്. ആദ്യമായിട്ടാണോ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും പ്രീവിയസ്ലി എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസ് കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു വട്ടം കൂടി എന്ന് പറഞ്ഞ് സാബു ജെയിംസ് സാർ സംവിധാനം ചെയ്ത സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ നമുക്ക് ഈ ഒരു മേഖലയിലുള്ളൂ. പിന്നെ അത് നേരിട്ട് പിന്നെ ഈ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് ഈ കരുതൽ എന്ന സിനിമയിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ സിനിമയുടെ ഡയറക്ഷന്റെ കാര്യം പറയുമ്പോൾ ഒട്ടും എളുപ്പമല്ല. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ആസ് എ ഡയറക്ടർ ഈ ഫിലിമിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് നമ്മൾക്ക് അറിയാമല്ലോ, ഒരു സിനിമയുടെ ഒരു ചർച്ച മുതൽ അത് തിയേറ്ററിൽ എത്തിക്കുന്നത് വരെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അത് നമുക്കൊരു വലിയ ടെൻഷൻ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നമുക്കൊരു ടീം ബേസ് ആയിട്ട് വേണം. ആ ഒരു ടീം ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതും നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബേസ് ഉള്ള ഒരു ടീമാണ്. ഒരു ക്യാമറാമാൻ, സ്ക്രീൻ പ്ലേ റൈറ്റർ, ഡയറക്ടർ എല്ലാം കൂടി ആയ സാബു ജെയിംസ് സാർ എന്ന് പറഞ്ഞ ഒരു സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം നമുക്കുണ്ട്. സാർ എന്ന് പറയുമ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഡക്റ്റ് ആണ്. പിന്നെ സാറ് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ 10-23 വർഷത്തെ സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അങ്ങനെ ഡയറക്ടറായിട്ടും ഒക്കെ പുള്ളി ഇതിനകത്ത് വന്ന ഒരാളാണ്. അപ്പൊ സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു കുറച്ച് പേര്, ഞങ്ങളുടെ ഒഴിവൂർ എന്ന ആ നാട്ടിൽ നിന്ന് കുറച്ച് പേര് ചേർന്ന് ഒരു സംരംഭമാണ് ഞങ്ങളിപ്പോൾ ഈ സിനിമയിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പം അവരുടെ ഒരു നിർദ്ദേശപ്രകാരമുള്ള ആ ഒരു ടീമിന്റെ സാബു സാറ്, പിന്നെ സ്റ്റീഫൻ ചെട്ടിക്ക് എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്. അപ്പം ആ ഒരു കോർ ടീം 3-4 പേരുണ്ട് ഞങ്ങളുടെ. അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു അഡ്വൈസസ് ഒക്കെയാണ് ഇന്ന് ഈ ഒരു ഇതിലേക്ക് എത്താൻ സാധിച്ചത്. കരുതൽ മൂവിയുടെ കാസ്റ്റിനെ പറ്റി അറിയാൻ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. സോ ആരൊക്കെയാണ് ഈ കരുതൽ മൂവിയുടെ ബിഹൈൻഡ് ദ സീൻസ് കാസ്റ്റ് എന്ന് പറയുന്നത്? അതായത് ഏതൊരു സിനിമയുടെയും ഒരു പ്രധാന ഘടകങ്ങളിലൊന്നാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ സിനിമയിൽ ഒത്തിരി വലിയ സ്റ്റാറുകളൊന്നുമല്ല, പക്ഷെ എങ്കിൽ പോലും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനാണ് നമ്മൾ കണ്ടെത്തി കൊണ്ടുവന്നിരിക്കുന്നത്. പ്രധാന റോളിൽ നായകനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ കഴിഞ്ഞ ഇടയ്ക്ക് നാഷണൽ ലെവൽ അവാർഡ്സ് ഒക്കെ കിട്ടിയ പ്രശാന്ത് മുരളിയാണ് നായകനായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം ഒത്തിരിയേറെ സിനിമകളിൽ പ്രധാന റോളുകൾ ചെയ്തിട്ടുണ്ട്.
പിന്നെ നായികയായിട്ട് ഡൽഹി ബേസ്ഡ് ഐശ്വര്യ നന്ദനാണ്, മലയാളിയാണ്, ഓക്കെ. അവിടെ ബോൺ ബ്രോട്ടപ്പാണ്. ഐശ്വര്യയുടെ 3ാമത്തെ സിനിമയാണ് ഇത്. പിന്നെ ഉള്ളത് നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ളത് മലയാളത്തിലെ തന്നെ പ്രശസ്തനായ സുനിൽ സുഗത സാറ്, ഓക്കെ. കോട്ടയം രമേശ്, ആഹാ. പിന്നെ സിബി തോമസ് സാർ, ഒരു സാറ് ക്രൈം ബ്രാഞ്ച് DYSP ആണ്. ഈ എന്നാത്താൻ കേസ് കൂട് അല്ലേ, എന്നാത്താൻ കേസ് അതിലൊരു റോൾ ദൃസാക്ഷി, അങ്ങനെ തൊണ്ടിമുതൽ ദൃസാക്ഷി സാറുണ്ട്. എന്നാത്താൻ കേസ് ഞാൻ ഓർക്കുന്നില്ല. ഉണ്ട് ഒരു പാൽക്കാരന്റെ വേഷമാണ് തോന്നുന്നു ചെയ്തിട്ടുള്ളത്, എനിക്കത് കറക്റ്റ് അറിയില്ല. ഒരു ഡ്രൈവറിന്റെ വേഷം. അപ്പം സാറുണ്ട്. പിന്നെ ഈ റീസെന്റ് ഹിറ്റായ രേഖാചിത്രം സിനിമയില് മമ്മൂക്കയുടെ ഡ്യൂപ്പ് റോളൊക്കെ അഭിനയിച്ച ടിങ്കിൾ സൂര്യ, അദ്ദേഹം ഒരു പ്രധാന ഒരു റോൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ബാക്കി എല്ലാം പുതിയ ആളുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. സോ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എന്തുകൊണ്ടാണ് ഒരുപാട് മലയാള സിനിമയിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഫിലിമിലേക്ക് കാസ്റ്റ് ചെയ്യാം? ബിക്കോസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആയിട്ട് ഒരു സാധനമാണ് അല്ലെ, ഒരു ഫിലിമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പുതുമുഖങ്ങൾക്ക് ഇത്ര അവസരങ്ങൾ കൊടുക്കാൻ ഇത് ചെയ്തത്? എനിക്ക് തോന്നുന്നു ഈ മമ്മൂക്കയുടെ ഡൂപ്പ് ചെയ്തിട്ടുള്ള ആ സാറൊക്കെ അധികം സിനിമയിൽ വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ഒരു ഷോർട്ട് ബഡ്ജറ്റ് ഫിലിമിലാണെങ്കിൽ പോലും ഞാൻ വന്ന് കണ്ടിട്ടില്ല. സോ എങ്ങനെയാണ് ഈ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കാനായിട്ട് ഒരു തീരുമാനമൊക്കെ അതെന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ മലയാള സിനിമയിൽ എന്ന് പറയുമ്പോൾ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പറഞ്ഞാൽ അതിനേക്കാളും ടാലന്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം നിലയിലുള്ളവരെക്കാളും മുകളിലെത്താൻ കഴിവുള്ള ഒത്തിരിയേറെ ആളുകൾ പുറത്തു നിൽപ്പുണ്ട് അവസരങ്ങൾക്ക് വേണ്ടി. ഒരു മിനിറ്റ് സ്ക്രീനിന് തീർച്ചയായിട്ടും. അപ്പം അവർക്കൊരു അവസരം കൊടുത്താലേ ഉള്ളൂ അവർക്ക് കടന്നു വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ആളുകളെ കൂടെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒത്തിരി പേര് മുന്നോട്ട് വരുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ പുതിയ സിനിമകൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് പരിചയമില്ലാത്ത എന്നാൽ അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ചാൻസ് കൊടുക്കുക. പക്ഷെ ദൈവാനുഗ്രഹത്തിൽ നമ്മൾ ചാൻസ് കൊടുത്തവരെല്ലാം തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആസ് എ ഡയറക്ടർ എനിക്കത് വലിയ പ്രൗഡായിട്ട് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, അത് ആക്ച്വലി ഒരു നല്ല കാര്യമാണ്. ഇനിയുള്ള സിനിമകളിൽ എനിക്കൊന്ന് ഇനിയും സിനിമാ മോഹങ്ങളായിട്ടുള്ളവർക്കൊക്കെ ഒരുപാട് ചാൻസുകൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ഡയറക്ടർ ജോമിയെ കോണ്ടാക്ട് ചെയ്തുള്ള പുതിയ പ്രൊജക്റ്റ് ഒക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവസരം നൽകുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ വരും പ്രൊജക്റ്റുകളിൽ നമ്മൾ പുതിയ ആളുകൾക്ക് തന്നെ ചാൻസസ് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹവും. ഓക്കെ. ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലെങ്കിൽ തന്നെയും കുറച്ചധികം ഷോർട്ട് ഫിലിംസ് ചെയ്ത് അതിലേറെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട അല്ലെങ്കിൽ അതിലേറെ റെക്കഗ്നീഷൻ കിട്ടിയ ഒരാളാണ് ജോമി ജോസ്. സോ എങ്ങനെയാണ് ജാഗ്രത എന്ന ആ ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ വരുന്നതും? കോവിഡ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പീക്കായിട്ട് നിന്നൊരു സമയത്താണ് ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതും അതിന് ഒത്തിരിയേറെ റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തുന്നതും അത് ഹിറ്റ് ആവുന്നതും? അല്ല, അത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ അവിടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ആ സെന്റേഴ്സ് ആ ഒരു അനുഭവത്തിലൂടെ വന്ന കാര്യങ്ങളാണ്, റിയൽ നടന്ന കാര്യങ്ങളാണ്. നമ്മളൊരു കോവിഡ് അവയർനെസ് എല്ലാ ആളുകളിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നി. അപ്പം അതിന് ഏറ്റവും നല്ലൊരു ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് ഏറ്റവും നല്ലൊരു സോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വഴി എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിംസ് സോഷ്യൽ മീഡിയാസിലൂടെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പം അങ്ങനെയാണ് നമ്മൾ അതൊരു കഥയാക്കി എഴുതി ജാഗ്രത എന്ന പേരിട്ട് യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്തത്. അത് നമ്മൾ ഫെസ്റ്റിവൽസിന് അയച്ചു കൊടുത്തു. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് അവാർഡ്സ് കിട്ടി. അങ്ങനെയാണ് ഈ ഒരു ജാഗ്രതയിലേക്ക് കടന്നു വന്നത്. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻ ഉള്ള സമയമാണ്. പെർമിഷൻസ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഈവൻ പോലീസിന്റെ പോലും പെർമിഷൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ എങ്ങനെയൊക്കെയാണ് അന്ന് ആ ഒരു സമയത്ത് കോർഡിനേറ്റ് ചെയ്തത്? അന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കൊരു ടീം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ പപ്പയൊക്കെ ഉണ്ടായിരുന്നു, പപ്പയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഒരു സപ്പോർട്ട് നമുക്കുണ്ട്. പെർമിഷൻസ് ഒക്കെ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? നമ്മൾ അന്ന് അങ്ങനെ നമ്മൾ വീടിനകത്തും പുറത്ത്, നമ്മുടെ വീടിന്റെ മുറ്റത്ത്, നമുക്ക് അറിയാവുന്ന ആളുകളുടെ വീടിന്റെ മുറ്റത്ത്, പുറത്ത്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് അത് റിസ്ക് എടുത്താണ് ചെയ്തത്. ഓക്കെ. ഈ നമ്മുടെ കേരളത്തിലുള്ള ഹെൽത്ത് മിനിസ്ട്രിന്നോ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പോ? നമ്മൾ അങ്ങനത്തെ ഒരു അപ്രോച്ച് പോയിട്ടില്ല. പക്ഷെ അപ്രിസിയേഷൻ കിട്ടിയ അല്ലെ, ഗവൺമെന്റിന്റെ ആ ഒരു സൈഡിൽ നിന്നുള്ള അപ്രിസിയേഷൻ ഭയങ്കര കൂടുതലായിരുന്നു ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. സോ എനിവേസ്, അപ്പോൾ ജാഗ്രത എന്ന ആ ഷോർട്ട് ഫിലിമിൽ കൂടെ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഒരു ശരിക്കും ഒരു സ്ക്രീനിലേക്ക് എത്തിയിരിക്കുകയാണ്, ബിഗ് സ്ക്രീനിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. സോ ഈ സമയത്ത് എത്രത്തോളം ഹാപ്പിനെസ് ആണ് ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ ഡയറക്ടർ, ആസ് എ ഫാമിലി മെമ്പർ അല്ലെ, ഒരു ഫാമിലി പോലെ വർക്ക് ചെയ്ത ഒരു ഇതില് എത്രത്തോളം, ഒരു നേഴ്സ് എത്രത്തോളം ഹാപ്പിയാണ്? അത് പറയേണ്ട കാര്യമൊന്നുമില്ല, വളരെയധികം ഹാപ്പിയാണ്. കാരണം
ഞാൻ പറയാം, ഇത് ഒത്തിരി ആളുകൾ സിനിമ മോഹമായിട്ട് നടക്കുന്നവരുണ്ട്. പക്ഷെ പലർക്കും അത് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പല ഹേർഡിൽസ് വന്ന് അവർ പിന്മാറേണ്ടി വന്നിട്ടുണ്ട്. നമുക്കും അതുപോലെ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൂടെയുള്ള ടീം സ്ട്രോങ് ആയതുകൊണ്ടും കിട്ടേണ്ട സപ്പോർട്ടുകൾ നമുക്ക് പല നല്ല വഴികളിൽ നിന്നും പല ആളുകളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാത്ത ആളുകളിൽ നിന്നൊക്കെ നമുക്ക് മോട്ടിവേഷനും കാരണമൊക്കെ കിട്ടി നമ്മൾ ഇവിടെ വരെ എത്തിക്കുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, പല സിനിമകളെ ഷൂട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പോലും തിയേറ്ററുകളിൽ കാണാതെ ഇപ്പോഴും ബെഡിലിരിക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ്, വളരെയധികം പ്രൗഡാണ്. കാരണം നമ്മുടെ സിനിമ ഇപ്പോൾ ഓൾമോസ്റ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം തന്നെ കഴിഞ്ഞ് തിയേറ്ററുകളിൽ എത്താനുള്ള ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഞാൻ എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഇതിൽ അഭിനയിച്ച കലാകാരന്മാരുടെ കാസ്റ്റിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പേരുണ്ട്. അതായത് ഡയറക്ടറായി താങ്കളുണ്ട്, താങ്കൾക്കൊരു മെന്ററായി സാബു ജെയിംസ് ഉണ്ട്. അങ്ങനെ ആരുടെയൊക്കെ പേരാണ് വേറെ ക്രൂവിന്റെ പേര് എടുത്തു പറയാനുള്ളത്? അതായത് സ്റ്റോറി ഡയറക്ഷൻ ഞാൻ തന്നെ, പിന്നെ സ്ക്രീൻ പ്ലേ, പിന്നെ ക്യാമറയും സാബു ജെയിംസ് സാറാണ്. പിന്നെയുള്ള എഡിറ്റർ സന്ദീപ് നന്ദകുമാറാണ്. വെൽ നോൺ എഡിറ്റർ തന്നെയാണ്, ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. പിന്നെ ഇതിൻ്റെ അകത്തെ ബാക്കിയുള്ള മ്യൂസിക് ഒക്കെ ചെയ്തേക്കുന്നത് പുതിയ ആളുകളാണ്, BGM ഒക്കെ ചെയ്ത പുതിയ ആളുകളാണ്. പിന്നെ 4 പാട്ടുണ്ട് സിനിമയ്ക്കകത്ത്. 4 പാട്ടെന്ന് പറയുന്നത്, ഒരു പാട്ട് എൻ്റെ ഫാദറിനാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 2 പാട്ട് എഴുതിയിരിക്കുന്നത് ഷൈജു കളന്ദ്ര എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ഒരു ഫോട്ടോഗ്രാഫറാണ്, വൈൽഡ് ഫോട്ടോഗ്രാഫറാണ്. പുള്ളിനെ കുറിച്ച് പേപ്പറുകളിലൊക്കെ എപ്പോഴും വാർത്തകൾ വരുന്നതാണ്. പുള്ളിയാണ് 2 പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. പിന്നെ ആ പാട്ടിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ സാറാണ്. ഒത്തിരിയേറെ മ്യൂസിക് പാട്ടുകൾ ചെയ്തിരിക്കുന്ന സാറാണ്. പിന്നെ ഉള്ളത് ഒരു റാപ്പ് സോങ് ഉണ്ട്. റാപ്പ് സോങ് ചെയ്തിരിക്കുന്നത് സ്മിസ് എന്ന് പറഞ്ഞ പുതിയ റാപ്പറാണ്. പുള്ളി ട്രിവാൻഡ്രംകാരനാണ്. പുള്ളിയാണ് റാപ്പ് സോങ് എഴുതിയതും പാടിയതും പുള്ളി തന്നെയാണ്. പിന്നെ ഉള്ളത് നമ്മളിതിനകത്ത് ബാക്കി ഡബിങ് ഒക്കെ ലാൽ മീഡിയയില്, മിക്സിങ്ങും എല്ലാം ഒക്കെ അവിടെ തന്നെ ഒക്കെ ചെയ്തേക്കുന്നതാണ്. അങ്ങനെയാണ് അവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ബാക്കി ക്രൂ മെമ്പേഴ്സ്. ഇതില് നേരത്തെ മുമ്പേ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു പ്രസീത ചാലക്കുടിയുടെ ഒരു പാട്ടുണ്ടെന്ന്. ഇതിനകത്ത് പാട്ട് പാടിയേക്കുന്നത് നാടൻ പാട്ടാണോ? നാടൻ പാട്ട് ടൈപ്പ് ഒരു സോങ് തന്നെയാണ്. പ്രസീത ചാലക്കുടി പാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രദീപ് പല്ലൂരുത്തി പാടിയിട്ടുണ്ട്. അതൊക്കെ നല്ല സ്പിരിറ്റ്. പ്രസീത ചാലക്കുടിയുടെ പാട്ടൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ ഭയങ്കര ഫീൽ ചെയ്ത് പാടുന്ന ഒരു നാടൻ പാട്ട് കലാകാരിയാണ് പ്രസീത ചാലക്കുടി. സോ അടിപൊളിയാണ്. കെസ്റ്റർ സാറ് ഡിവോഷണൽ സോങ്സ് ആണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സാറ് ഈ കഥയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ സാറിന് ഇൻട്രസ്റ്റ് ആയിട്ട് സാറ് നമുക്ക് വേണ്ടി പാടിത്തരാന്ന് പറഞ്ഞ് സാറിന്റെ ഒരു പാട്ടുമുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സ്മിസിന്റെ ഒരു റാപ്പ് സോങ് ഉണ്ട്. 4 പാട്ടുകൾ. കെസ്റ്റർ സാറിന്റെ വോയിസും പറയേണ്ട മലയാളി പ്രേക്ഷകർക്ക് പറയേണ്ട കാര്യം ഒന്നുമില്ല. കാരണം അത്രയ്ക്ക് സ്വീറ്റ് അല്ലെങ്കിൽ ഭയങ്കര ഒരു എടുപ്പുള്ള ഒരു സൗണ്ടാണ് കെസ്റ്റർ സാറിന്റെ. യെസ്, ദാറ്റ്സ് എ വണ്ടർഫുൾ ക്രൂ ആക്ച്വലി. പിന്നെ നമുക്ക് ഇതിനകത്ത് 2 പാട്ടുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രം ഏരിയയിലാണ്. അവിടെ നമുക്ക് ദീക്ഷിത് എന്നൊക്കെ പറഞ്ഞ ഒരു ടീമുണ്ട്. അവരുടെ ദീക്ഷിതൊക്കെ ഒരു സോങ് വീഡിയോ സോങ് ഡയറക്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അവരുടെ സപ്പോർട്ട് നമുക്ക് വളരെ വലുതായിട്ട് കിട്ടിയിരുന്നു. പിന്നെ പാട്ടിന് മ്യൂസിക് ചെയ്തിരിക്കുന്ന റോഷൻ എന്ന് പറഞ്ഞ പുതിയൊരു മ്യൂസിക് അല്ല, പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നത് റോഷൻ ട്രിവാൻഡ്രംകാരനാണ്. അങ്ങനെ ഒരു നല്ലൊരു ക്രൂ നമുക്ക് ഉണ്ട്. കാസ്റ്റ് അടിപൊളിയാണ്. ഇപ്പൊ കേട്ടപ്പോ തന്നെ മനസ്സിലാവും കാസ്റ്റിന്റെ ആ ഒരു പേരിലുള്ള കാര്യം. ടെക്നിക്കൽ സൈഡ് നമ്മൾ പക്കാ സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലൈഫിൽ കുറച്ച് പേർക്ക് അപൂർവം കിട്ടുന്ന ഭാഗ്യങ്ങളിൽ ഒന്നാണ് സ്വന്തം ഫാമിലിയുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളത്, അല്ലെ? സ്വന്തം പിതാവിന്റെ കൂടെ ഷോർട്ട് ഫിലിംസ് അടക്കം ഇപ്പൊ ഈ ഫിലിം അടക്കം കുറച്ച് ക്യാരക്ടേഴ്സിൽ ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാനൊരു ഇന്റർവ്യൂവിൽ കാണുകയുണ്ടായി താങ്കളുടെ പപ്പ പറയുന്നതായിട്ട്. അതായത് വീട്ടില് ഞാനാണ് ഹെഡെങ്കിലും സിനിമാ സെറ്റിൽ അവനാണ് എന്റെ ഹെഡ് എന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് പപ്പ പറയുകയുണ്ടായി. അതെ അതെ, അങ്ങനെ സോ എങ്ങനെയാണ് ആ കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തെടുത്തത്? അതോ ആ ഒരു സെറ്റിൽ വരുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് പപ്പയുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവോ? അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പപ്പ പറഞ്ഞ പോലെ തന്നെ നമ്മള് വീട്ടില് പപ്പയാണ് ബോസ്. നമ്മളൊരു ആസ് എ ഡയറക്ടർ സെറ്റിൽ വരുമ്പോൾ ഡയറക്ടറാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പൊ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പപ്പയ്ക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. അതിന്റെ ആ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തെന്ന് പപ്പയ്ക്ക് അറിയാം, അതെനിക്കും അറിയാം. അതനുസരിച്ച് ഞങ്ങൾക്ക് പിന്നെ പപ്പായും മകൻ എന്നുള്ളതോട് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റി. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പപ്പായ്ക്ക് കൃത്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തു ചെയ്യാനും പറ്റി. അപ്പൊ അത് വളരെ ഈസി ആയിട്ട് തന്നെ അങ്ങനെ ഒരു വീട്ടിലും സെറ്റിലും ബോസ് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അതൊരു നല്ല രീതിയിൽ
വർക്ക്ഔട്ട് ചെയ്യാൻ സാധിച്ചു. എനിക്കൊന്ന് പപ്പ ഒരുപാട് ഉപദേശങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ലൈഫ് ലെസൺസും ഒക്കെ തരുന്ന ഒരാളാണ് അല്ലെ. ഒത്തിരി ഒപ്പീനിയൻസും കാര്യങ്ങളും ഒക്കെ പപ്പയുടെ അടുത്ത് കഥയൊക്കെ എഴുതുന്ന ഒരാളാണ്. കഥ എഴുതും. പിന്നെ എന്റെ എല്ലാ ഷോർട്ട് ഫിലിംസിലും പപ്പയുണ്ട്. പപ്പ വന്നിട്ട് അത്യാവശ്യം ആക്ട് ചെയ്യുന്ന ഒരാളാണ്. കഥ എഴുതും, പാട്ട് എഴുതും, പാട്ട് പാടും. അത്യാവശ്യം എന്റെ എല്ലാ ഷോർട്ട് ഫിലിംസിലും പപ്പയുണ്ട്, സിനിമയിലും പപ്പയുണ്ട്, ഫുൾ സപ്പോർട്ടായിട്ട്. പിന്നെ അതോടൊപ്പം അമ്മയുണ്ട്. ഫാമിലി ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും. അപ്പൊ ഈ സപ്പോർട്ട് സിസ്റ്റംസ് എന്നൊക്കെ പറയുമ്പോൾ ലൈഫിലെ സപ്പോർട്ട് സിസ്റ്റം ഇവരൊക്കെ തന്നെയാണ്. ഇവര് അതോടൊപ്പം തന്നെ ഞാൻ പറയാം, എനിക്ക് വേറെ കുറച്ച് പുറത്തുനിന്ന് കുറച്ച് ആളുകളും സ്ട്രോങ് ആയിട്ട് കുറച്ച് ഫ്രണ്ട്സ്, ഇപ്പൊ അയർലൻഡിൽ വന്നപ്പോ അവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. നല്ലൊരു രീതി പോകുന്നു. ഓക്കെ, നമുക്ക് പെട്ടെന്നൊരു റാപ്പിഡ് ഫയർ തട്ടിക്കുട്ടിയാലോ? ഞാൻ ഇന്നലെ ഇരുന്ന് ആലോചിക്കായിരുന്നു എന്താണ് ഒരു ഡയറക്ടറുടെ അടുത്ത് റാപ്പിഡ് ഫയർ ചോദിക്കുന്നത്. നോർമലായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ എങ്കിലും ആസ് എ ഡയറക്ടർ ഞാൻ എങ്ങനെ ഈ റാപ്പിഡ് ഫയർ കംപ്ലീറ്റ് ചെയ്യുന്നു ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഞാൻ എന്താ തല പുകച്ച് ആലോചിച്ചു. അപ്പൊ വേഗം ഉത്തരം പറഞ്ഞോളുക. സോ റാപ്പിഡ് ഫയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടീ ഓർ കോഫി? കോഫി. കോഫി. ഓക്കെ. സോളോ ട്രിപ്പ്, ഫ്രണ്ട്സ് ട്രിപ്പ്? അത് രണ്ട് രീതിയിൽ എൻജോയ് ചെയ്യും. രണ്ട് രീതിയിലും. സ്റ്റിൽ പ്രിഫർ ചെയ്യുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് പറയുവാണെങ്കിൽ? ഫ്രണ്ട്സ് ട്രിപ്പ്. ഓക്കെ. കോമഡി ഓർ ത്രില്ലർ? ത്രില്ലർ. ഓ, കോമഡി ഇഷ്ടമില്ല, ചിരിക്കാൻ ഇഷ്ടമില്ല, പക്ഷേ ത്രില്ലർ ആണെന്നോടെ സസ്പെൻസ്. ഓക്കെ. ഹാപ്പി എക്സ്പീരിയൻസസ്, പെയിൻഫുൾ എക്സ്പീരിയൻസസ്? I choose painful experiences. Okay, it's a lesson. Lesson. We have to learn something from that. Okay, okay. Dosha or biryani? ഫുഡിന്റെ കാര്യത്തിൽ കർക്കശക്കാരനായ ബിരിയാണി. ഓക്കെ. സമ്മർ ഓർ വിന്റർ? അയർലൻഡിൽ ഭയങ്കര ഇൻക്ലൂസീവ് ആയിട്ടൊരു ചോദ്യമാണ്. സമ്മർ. ഓക്കെ. നഴ്സിംഗ് ഓർ ഫിലിം? അത് ഇപ്പം പാഷനായിട്ട് ഫിലിം. പക്ഷെ നഴ്സിംഗ് ഒപ്പമുണ്ട്. ഓക്കെ. വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധം. അത് കരിയറാണ്, ഇത് ബൈ പാഷൻ. ഓക്കെ. ഓക്കെ. ആക്ടിംഗ്, ഡയറക്ഷൻ? ആലോചിച്ച് പറയണം. ആക്ടിംഗ് ഓർ ഡയറക്ഷൻ? ആക്ടിംഗ്. ഡയറക്ഷൻ തലവേദന എടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ രണ്ടും എൻജോയ് ചെയ്യും. ഓക്കെ. ഈ ഫിലിമില് കുറച്ച് ഡയറക്ഷൻ കൂടാതെ തന്നെ ആക്ടിങ് ഒരു റോളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. നമ്മള് നല്ലൊരു പ്രധാന റോള് തന്നെ. നായകന്റെ 3 കൂട്ടുകാരാണ്, അതിലൊരു കൂട്ടുകാരനായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. സോ ജോബി ഡയറക്ടർ മാത്രമല്ല, ഒരു ആക്ടർ കൂടിയാണ്. നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണാൻ പറ്റും. സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അടുത്ത ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ഡയറക്ടറിന്റെ വീക്ഷണ കോക്ഷണത്തിൽ നിന്ന് ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ മലയാളം വേണമെന്ന് വിചാരിക്കുന്നു ഞാൻ. സോ ഒരു ഡയറക്ടറിന്റെ ആ ഒരു എന്താ പറയുക, ഒരു മെന്റാലിറ്റിയിൽ നിന്ന് ലൈഫിലെ ഏറ്റവും വലിയ ലെസൺ അല്ലെ ഇൻസ്പിറേഷൻ, അത് കോട്ട്സ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം, എന്താണത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, നമ്മള് ആസ് എ ഡയറക്ടേഴ്സ് വ്യൂ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒബ്സർവേഷൻ തന്നെയാണ്. അത് നമ്മൾ പല കാര്യങ്ങളും നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അതിനകത്തുനിന്ന്. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി സംസാരിക്കണം. ഇപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും നമ്മൾ അവരോട് ഹിറ്റ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങളും അവരിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. നമുക്ക് അറിവുള്ള കാര്യങ്ങൾ അവരെയും പഠിപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അവരിൽ നിന്ന് നമ്മൾ ചിന്തിച്ച് തെറ്റാണെന്നും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കുവാനായിട്ടും ഒത്തിരിയേറെ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുവാനായിട്ട്, മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നമുക്ക് പുതിയ ആളുകളിൽ നമുക്ക് പറ്റും. അത് ഒരു ആസ് എ ഡയറക്ടർ ഞാൻ ഒത്തിരി സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എല്ലാവരോടും സംസാരിച്ച് ഒത്തിരി ലെസൺസ് അവരിൽ നിന്ന് പഠിക്കുവാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒബ്സർവേഷൻ, ഒരാളെ കണ്ട് നമ്മൾ നന്നായിട്ട് അവരെ ഒബ്സർവ് ചെയ്ത് അതിലൂടെ കുറെ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് പറ്റും. അത് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഒത്തിരി ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഒത്തിരി സംസാരിക്കും, അതുകൊണ്ട് കുറെ ആളുകൾ പരിചയമുണ്ട്. അങ്ങനെ എന്നാ പറയുക, ഒരു ആസ് എ ഡയറക്ടർ എനിക്ക് കുറെ കാര്യങ്ങൾ ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറെ നോളജ് കിട്ടിയിട്ടുണ്ട്, കുറെ ലെസൺസ് കിട്ടിയിട്ടുണ്ട്, കുറെ ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഒത്തിരി മിണ്ടുമ്പോൾ നമ്മൾ അതിങ്ങനെ നിർത്താതെ മിണ്ടുമ്പോൾ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ആയിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ചിലർ നമ്മളെ ചില കാരണങ്ങൾ പറഞ്ഞ് അവോയ്ഡ് ചെയ്യാം. അതൊക്കെ അവരങ്ങനെ ചെയ്യട്ടെ, പക്ഷെ എപ്പോഴെങ്കിലും അവരത് ഒരു പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരിത് വരുമെന്നുള്ളൊരു ബിലീഫ് എനിക്കുണ്ട്. ഓക്കെ. സോ ഇത് ചോദിക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഡയറക്ഷന്റെ സമയത്ത് അല്ലെ ഈ വർക്കിന്റെ സമയത്ത് നേച്ചർ, നമ്മൾ പറയത്തില്ലേ ദൈവമായിട്ട് കൊണ്ടുതന്ന ഒരു ഷോട്ടാണ് അല്ലെങ്കിൽ ഒരു നേച്ചർ ഇടപെടുന്ന ഒരു ഷോട്ടാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഷോട്ട്സ് ഫീൽ ചെയ്തിട്ടുണ്ടോ?
അതായത് ഷൂട്ട് ചെയ്തപ്പോഴാണ് അതായത് നാച്ചുറൽ ആയിട്ട് ഒരു കാര്യം വരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മഴ വരുന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നോർമലി ഈ ഒരു ഷോട്ടിന് മഴയില്ല, പക്ഷെ മഴ വന്നു. അല്ലെങ്കിൽ മഴയുള്ള ഒരു ഷോട്ടിന് ശരിക്കും നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് മഴ ഉണ്ടാകുന്നു, പക്ഷെ അതേ സമയത്ത് മഴ വരുന്നു, നാച്ചുറൽ ആയിട്ട് മഴ പെയ്യുന്നു, എന്നിട്ട് ഒരു ഇടിയും കൂടെ അതിൻ്റെ കൂടെ വെട്ടുന്നു. അങ്ങനെ നമ്മൾ പറയത്തില്ലേ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ഷോട്ട് കിട്ടുന്നു. അങ്ങനെ എന്തെങ്കിലും ഈ ഒരു സിനിമയിൽ ഒരു നടന്നിട്ടുണ്ടോ? അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ അതിനകത്തൊരു ബ്ലഡ് ഒക്കെ വരുന്ന സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഒക്കെ വേണമായിരുന്നു. ആ ഒരു ആക്ടറിന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് വേണമായിരുന്നു. പക്ഷെ നമ്മൾ ബ്ലഡ് ഒക്കെ റെഡി ആക്കുന്നതിന് മുമ്പ് എങ്ങനെയാ അവരുടെ കൈ മുറിഞ്ഞ് ബ്ലഡ് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് വന്നു. ഉദ്ദേശിച്ച ഏരിയയിൽ നിന്ന് തന്നെ വന്നു. നമ്മള് ഒരു പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ ബ്ലഡ് അതിനകത്ത് വെക്കുമായിരുന്നു, ചിലപ്പം നാച്ചുറാലിറ്റി വരത്തുമില്ല, അളവ് കൂടിപ്പോ എന്തെങ്കിലുമൊക്കെ വന്നേനെ. പക്ഷെ ഇത് പക്ക നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിയൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് വരുന്ന രീതിയിലുള്ള ബ്ലഡ്. അതൊരു ഇപ്പൊ നീ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മള് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യം വന്നില്ല, അത് നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടി. തീർച്ചയായിട്ടും. അല്ല, ഇത് പറഞ്ഞപ്പോ ഞാൻ കാര്യം ഓർത്തത്. സുജോമി, ഇപ്പം ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്തു, അത് സ്ക്രീനിലേക്ക് എത്തുകയാണ്. വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്രൊജക്ട്സ്? ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് തിയേറ്ററിൽ എത്തിക്കണം. അത് കഴിഞ്ഞ് നമ്മളൊരു ഇന്റർനാഷണൽ ഡാൻസ് പ്രോജക്റ്റ്, ഒരു വീഡിയോ ആൽബം സോങ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ഡിഫറെന്റ് കൺട്രീസിൽ നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുള്ള ഒരു ഡാൻസ് പ്രോജക്റ്റ്. അതൊരു ഇന്റർനാഷണൽ ലെവലിൽ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ നമ്മളൊരു മൂവി, അടുത്ത ഒരു പ്രോജക്ട് നമ്പർ 2 എന്നുള്ള ഒരു മൂവി നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി നമ്മളത് ഏകദേശം അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ സമയമാണ് നമുക്ക് വേണ്ടത്. അത് എന്തായാലും നമ്മുടെ ആയിട്ട് ആ ക്രൂ ഉണ്ടല്ലോ, അപ്പം അതുമായിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഡ്രീംസ് ഓൺ സ്ക്രീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഫസ്റ്റ് ഫിലിമായ കരുതൽ, സൂൺ ടു ബി റിലീസിംഗ് ഇൻ തിയേറ്റേഴ്സ്. ആസ് എ ഡയറക്ടർ, ആസ് എ ഫിലിം മേക്കർ, എന്താണ് പ്രേക്ഷകരോട് ഈ ഫിലിമിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരായ നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ഒരു സിനിമ ഇനി തിയേറ്ററിലെത്താൻ കുറച്ച് 1-2 മാസങ്ങൾ ഉണ്ടായിരിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഈ കരുതൽ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ നമുക്കൊരു നഷ്ടവും വരത്തില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ സിനിമ കാണുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ചുറ്റുമുള്ള ആളുകളിൽ നിന്നും ബന്ധിപ്പിക്കാവുന്ന പല കാര്യങ്ങളും, കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ആനുകാലിക പ്രസക്തിയുള്ള ചില കാര്യങ്ങൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ടും അതിന് വേണ്ട റെമഡീസ് എന്തൊക്കെയാണെന്നും നമുക്ക് തിരിച്ചറിയാനായിട്ടും ഈ ഒരു സിനിമയിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 4 പാട്ടുകൾ അടങ്ങിയ ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് ഞങ്ങളുടെ ഒരു ആദ്യത്തെ സിനിമയാണ്. അതിനകത്ത് കുറവുകൾ ഒക്കെ കാണുമായിരിക്കും. തീർച്ചയായിട്ടും കുറവുകളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഡ്രീംസ് ഓൺ സ്ക്രീൻ പേജിലൂടെ ഞങ്ങൾക്ക് കമൻ്റ് ആയിട്ട്, ഞങ്ങൾക്ക് തിരുത്തലുകളായിട്ട് നമുക്ക് പറഞ്ഞു തന്ന് ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണമെന്ന് കൂടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് പോസിറ്റീവ്സിനെ കൂടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞങ്ങളെ വളർത്തുവാനായിട്ട് നിങ്ങളത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സിനിമ കരുതൽ തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ്. അപ്പോൾ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. ഏതൊരു സിനിമ എടുക്കാനും ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. അത് ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഫിനാൻഷ്യലി എങ്ങനെയാണ് ഈ ഒരു സിനിമയ്ക്ക് സപ്പോർട്ടും അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ്ങും എല്ലാം ആരാണ് ചെയ്തിട്ടുള്ളത്? ഇതിന് സത്യം പറഞ്ഞാൽ ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു ഫിനാൻഷ്യലി. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ എക്സ്പെൻസ് കൂടിപ്പോയി. പക്ഷെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇത് ഡ്രീംസ് ഓൺ സ്ക്രീനിന്റെ ബാനറിലാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് സഞ്ജു സൈമൺ മാക്കിൾ എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹം ഓസ്ട്രേലിയയിലാണ്. അദ്ദേഹം നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. മാത്യു മാപ്പിളട്ട്, ജോ സ്റ്റീഫൻ, പിന്നെ ടോമി ചേട്ടൻ, പിന്നെ സ്റ്റീഫൻ മാലയമുണ്ടക്കൽ, അതോടൊപ്പം തന്നെ ഷീജോ കുര്യൻ പഴയമ്പള്ളില്, അങ്ങനെ കുറച്ചധികം പേര് നമുക്ക് കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ലൈൻ പ്രൊഡ്യൂസറായിട്ട് റോബിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആൾ നമ്മുടെ കൂടെ എപ്പോഴും ഫുൾ ടൈം നിൽക്കുന്ന ഒരാളാട്ടോ. സ്റ്റീഫൻ ചേട്ടന്, സാബു സാർ, റോബിൻ സ്റ്റീഫനൊക്കെ, ജോമോൻ ചേട്ടനൊക്കെ ഫുൾ ടൈം നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. അങ്ങനെ ഒരു നല്ലൊരു സപ്പോർട്ട് നമുക്ക്
എല്ലാ രീതിയിലും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇന്റർവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ജോമി ആൻഡ് യുവർ ടീം ഫോർ യുവർ ഡെബ്യൂ ഫിലിം കരുതൽ, സൂൺ ടു ബി റിലീസിംഗ് ഇൻ തിയേറ്റർ. ആൻഡ് എല്ലാവിധ ആശംസകളും. സോ കരുതൽ മൂവി നിങ്ങൾ ഒക്കെ പോയി കാണുക. അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജോമി പറഞ്ഞ പോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് പേജ് ഉണ്ട്, ഡ്രീംസ് ഓൺ സ്ക്രീൻ പ്രൊഡക്ഷൻസ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ്. സോ നിങ്ങളുടെ ടാലൻസ് ഉള്ളവരാണെങ്കിൽ കൂടി, ഒരു പുതുമുഖം ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ഒക്കെ അയച്ചു കൊടുത്താൽ ജോമി അത് കൺസിഡർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഫോർ ദ അപ്കമിങ് പ്രൊജക്ട്സ്. സോ കരുതൽ മൂവി പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം ഉറപ്പായിട്ടും ഡ്രീംസ് ഓൺ സ്ക്രീൻ പ്രൊഡക്ഷൻസിന്റെ ടീമിനെ അറിയിക്കാവുന്നതാണ്. സോ ദിസ് ഈസ് മരിയ സൈനിങ് ഓഫ്. അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം. ബൈ ബൈ.